ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ പഴയ നിയമത്തിലെ അഥവാ ബൈബിളിലെ 35-ാമത്തെ പുസ്തകമായ ഹബക്കൂക്ക് പ്രവചനമാണ് ഈ ക്ലാസ്സിൽ നാം പരിശോധിക്കുന്നത്. BC 7-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് ഹബക്കൂക്കിൻ്റെ പ്രവചന ശുശ്രൂഷ നടന്നത്. അന്ന് ബാബിലോണാണ് അധികാരത്തിലിരുന്നത്. ബാബിലോണിലെ ക്രൂരന്മാരായ ജനങ്ങളുടെ അതിക്രമങ്ങൾ ഹബക്കൂക്കിനെ അസ്വസ്ഥനാക്കി. അനീതിയുള്ള ജനത്തിന്മേൽ ദൈവം അയക്കാൻ പോകുന്ന ശിക്ഷ, ദൈവത്തിൻ്റെ മഹത്വം, പ്രവാചകൻ്റെ അസ്തമിച്ചു പോകാത്ത വിശ്വാസം എന്നീ കാര്യങ്ങളാണ് ഹബക്കൂക്ക് പ്രവചനത്തിൽ വെളിപ്പെടുന്നത്. ചുരുക്കത്തിൽ ഹബക്കൂക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബാബിലോണിൻ്റെ നാശത്തിലേക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പഠിച്ച ചില പുസ്തകങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓബദ്യാവ് ഏദോമിൻ്റെ നാശമാണ് പ്രവചിച്ചത്. നഹൂം നിനവയുടെ നാശമാണ് പ്രവചിച്ചത്. അങ്ങനെയാണെങ്കിൽ ഹബക്കൂക്ക് ആ കൂട്ടത്തിൽ വരുന്ന ഒരാളാണ്. ഹബക്കൂക്ക് ബാബിലോണിൻ്റെ നാശമാണ് പ്രവചിച്ചത്. ഞാനൊന്നുകൂടെ അങ്ങ് റിപ്പീറ്റ് ചെയ്യാം. ഓബദ്യാവ് ഏദോമിൻ്റെ നാശം, നഹൂം നിനവയുടെ നാശം, ഹബക്കൂക്ക് ബാബിലോണിൻ്റെ നാശം. അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ കൽദേർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാബിലോണിനെ. ചാൾഡിയൻസ്, കൽദേർ എന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. 6-ാം വാക്യം 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ, ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദേരെ ഉണർത്തും. കണ്ടോ, ഞാൻ കൽദേരെ ഉണർത്തും. അത് ബാബിലോണിനെ ഉദ്ദേശിച്ചിട്ടാണ് കൽദേർ എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൽദേർ അല്ലെങ്കിൽ ബാബിലോണിയർ യഹൂദയെ ആക്രമിക്കും. അപ്പോൾ അതാണ് ശരിയായിട്ടുള്ള വിഷയം. അവർ യഹൂദയെ ആക്രമിക്കുന്നു. അപ്പോൾ ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത്, ദൈവത്തിൻ്റെ ന്യായവിധി ഏത് തരത്തിലായിരിക്കും, ഈ കാര്യം ഹബക്കൂക്ക് കണ്ടംപ്ലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മനസ്സിലിട്ട് ചിന്തിക്കുന്നു, ദൈവത്തോട് ചോദിക്കുന്നു. ദൈവം കൊടുക്കുന്ന മറുപടിയാണ് ഈ പുസ്തകത്തിനകത്ത് ഉള്ളത്. പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗം, അതായത് 1-2 അധ്യായങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രവാചകനായ ഹബക്കൂക്കും ദൈവവും തമ്മിലുള്ളൊരു സംഭാഷണമാണത്. 3-ാം അധ്യായത്തിൽ അവസാന ഭാഗം എന്ന് പറയുന്നത് 3-ാം അധ്യായം, അവിടെ ദൈവത്തിൻ്റെ പ്രത്യക്ഷതയുടെ വിവരണവുമാണ് കാണുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത അല്ലെങ്കിൽ സന്ദേശം ഈ പുസ്തകം നമുക്ക് നൽകുന്നത് 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. വളരെ ഫേമസ് ആണ് അതിൻ്റെ അവസാനത്തെ ഭാഗം. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ്. അവിടുന്നാണത് പുതിയ നിയമത്തിലേക്ക് വളരെ ശക്തമായിട്ട് വരികയും അപ്പോസ്തലനായ പൗലോസ്, പിൽക്കാലത്ത് മാർട്ടിൻ ലൂതർ മുതലായ ആളുകളൊക്കെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ആശയം വികസിച്ച് എടുക്കുകയും രക്ഷയെക്കുറിച്ച് നീതീകരണം എന്ന ആശയത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. പുസ്തകത്തിൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആകെ 3 അധ്യായങ്ങളാണ് ഉള്ളത്. പുസ്തകത്തെ വിഭജിക്കേണ്ടത്, ഓരോ അധ്യായം ഓരോ കാര്യമാണ് പറയുന്നത്. 1-ാം അധ്യായം പ്രവാചകൻ്റെ ഭാരം, 2-ാം അധ്യായം പ്രവാചകന് ദൈവം നൽകിയ ദർശനം, 3-ാം അധ്യായം പ്രവാചകൻ്റെ പ്രാർത്ഥനാഗീതം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ 1-ാം അധ്യായം ദ ബേർഡൻ, 2-ാം അധ്യായം ദ വിഷൻ, 3-ാം അധ്യായം എ പ്രയർ. ബേർഡൻ, വിഷൻ, പ്രയർ, ഈ 3 കാര്യങ്ങളാണ്. പ്രവാചകനുണ്ടായ ഭാരം, ദൈവം നൽകിയ ദർശനം, അദ്ദേഹത്തിന് ദർശനത്തിന് മറുപടി കിട്ടിയപ്പോൾ ഒരു പ്രാർത്ഥനാ ഗാനം ആലപിക്കുന്നു. അല്പം കൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ 1-ാമത്തെ അധ്യായം നോക്കുക. പ്രവാചകൻ ഭാരപ്പെടാനുണ്ടായ കാരണം എന്താണ്? പാപം പെരുകിയിട്ടും ദൈവം നിശബ്ദനായിട്ടിരിക്കുന്നു, നിഷ്ക്രിയനായിട്ടിരിക്കുന്നു, ദൈവം ഒന്നും ചെയ്യുന്നില്ല. 1-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ പ്രവാചകൻ ആവലാതി പറയുന്നത് നമുക്ക് കാണാം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. നീ ദൈവം കേൾക്കുകയല്ലേ? ചിന്തിച്ചു. കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന മറുപടി പറയുന്നില്ലെന്നുള്ളതാ. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ വായിച്ചോ. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് തന്നെയാണ്. കണ്ടോ, ഞാൻ നിലവിളിക്കുന്നു, പക്ഷെ നീ ഉത്തരം അരുളുന്നില്ല, നീ ഒന്നും പ്രവർത്തിക്കുന്നില്ല, നീ രക്ഷിക്കുന്നില്ല. 3-ാം വാക്യം, നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? വെറുതെ നോക്കിയിരിക്കുകയാണ്, ഒന്നും ചെയ്യുന്നില്ല. അടുത്തത്, കവർച്ചയും സാഹസവും എന്റെ മുൻപിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ഠ ഉളവായി വരും. ഇതൊന്നും നീ കാണുന്നില്ല എന്നേ ചോദിക്കുന്നത്. മനസ്സിലായോ? ഞാൻ നോക്കുമ്പം ശണ്ഠ കാണുന്നു, കലഹം കാണുന്നു, പീഡനം കാണുന്നു, പക്ഷെ എൻ്റെ ദൈവമേ നീ ഇതൊന്നും കാണുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ദൈവം കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ മറുപടിയാണ് 1-ാം അധ്യായത്തിൻ്റെ 5 മുതൽ
11 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ഇപ്പോൾ നമുക്കത് മുഴുവൻ വായിക്കേണ്ട കാര്യമില്ല, നിങ്ങളത് പഠിക്കുക. അപ്പം അവിടെ ദൈവം മറുപടി കൊടുക്കുന്നുണ്ട്, ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. പ്രവാചകൻ വളരെ ജ്ഞാനിയാണ് കേട്ടോ. അത് എന്തോ കാര്യമെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ചോദിച്ച ഉടനെ എന്തെങ്കിലും നടപടിയിലേക്ക് അദ്ദേഹം പോകുന്നില്ല. ദൈവശബ്ദം കേൾക്കാനായിട്ട് അദ്ദേഹം കാത്തിരിക്കുന്നു. അപ്പോൾ ജ്ഞാനം എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി കാണും. എന്താ ജ്ഞാനം? നമ്മൾ എന്തെങ്കിലുമൊക്കെ ദൈവത്തോട് പറഞ്ഞു വെച്ചാൽ ഇനി അടുത്തായിട്ട് ദൈവം മിണ്ടാത്തതുകൊണ്ട് ഞാനങ്ങ് പ്രവർത്തിച്ചേക്കാമെന്ന് വിചാരിക്കുന്നതല്ല. വെയിറ്റ് ഓൺ ദ ലോർഡ്. ദൈവം സംസാരിക്കും. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചാൽ കാത്തിരിക്കുന്നത് നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടു എന്നും കാണേണ്ടതിന് ദൃഷ്ടിവെക്കും. കണ്ടോ, എൻ്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം, അതായത് ഞാൻ എന്തുത്തരം പറയണം എന്ന് എനിക്കറിയാവില്ല. അതല്ല, ദൈവം എനിക്ക് എന്തുത്തരം നൽകും, എന്നിട്ട് അത് വേണമല്ലോ ഞാൻ പറയാനായിട്ട്. അതുകൊണ്ട് ദൈവം എനിക്ക് എന്തുത്തരം നൽകും, ഞാൻ എന്താണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്ന് ഞാൻ കാത്തിരിക്കുകയാണ്. ഐ എം വെയിറ്റിംഗ് ഇൻ ദ വാച്ച് ടവർ എന്നാണ് ഇംഗ്ലീഷ് നിങ്ങൾ വായിച്ചാൽ. അപ്പം കാവൽമാടത്തിൽ കയറി ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് അവൻ്റെ ജ്ഞാനത്തെയാണ് കാണിക്കുന്നത്. അതാണ് 1-ാം അധ്യായം. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചു. അവിടെ ദർശനമാണെന്ന് പറഞ്ഞല്ലോ, പ്രവാചകന് ദൈവം നൽകിയ ദർശനം. അതിൽ 2-ാം വാക്യത്തിൽ ആ ദർശനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക. കണ്ടോ, ദർശനം എഴുതുക. അപ്പോൾ ദർശനം കൊടുത്തു. ദൈവം ഉത്തരം അരുളിയില്ല എന്ന് പരാതിപ്പെട്ടിരുന്നപ്പോൾ ദൈവം ഇപ്പോൾ ദർശനം കൊടുത്തിട്ട് പറയുകയാണ്, ദർശനം എഴുതുക, റൈറ്റ് ഡൗൺ ദ വിഷൻ. ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. എന്നിട്ട് 3-ാം വാക്യം വായിച്ചാട്ട്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അപ്പൊ ദൈവം ക്ഷമയോടെ ഇരിക്കുന്നതിന്റെ കാര്യം മനസ്സിലായോ? ദർശനത്തിന് ദൈവം ഒരു അവധി, ഒരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്, അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അപ്പൊ അത് നിവൃത്തിയാകും. അവധി വെച്ചിട്ടുണ്ട്, കൃത്യസമയത്ത് അത് നിവൃത്തിയാകും. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായല്ലേ, പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ലോകത്തിലോ നമ്മുടെ ജീവിതത്തിലോ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ വല്ലാതെ ടെൻഷൻ അടിക്കും, അല്ലെങ്കിൽ വല്ലാതെ ആകുലതയുള്ളവരാകും. പക്ഷെ ദൈവത്തിന് യാതൊരു ആകുലതയും ഇല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? ദൈവം എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട് വളരെ കൂളായിട്ട് ദൈവത്തിനറിയാം. അവൻ ആരംഭത്തിൽ തന്നെ അവസാനം അറിയാം. എങ്ങനെ കാര്യങ്ങളൊക്കെ പരിസമാപ്തിയിലേക്ക് വരുമെന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ട് നമ്മളെപ്പോലെ അങ്കലാപ്പില്ല, ആകുലതയില്ല. ദൈവം വളരെ ശാന്തനായിട്ട് ഇരിക്കുന്നു. അപ്പോൾ പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടത്? അതാണ് 4-ാം വാക്യത്തിൽ പറഞ്ഞത്, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വായിക്കാം, 4-ാം വാക്യം മുഴുവൻ വായിക്കാം. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു, അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ആളുകൾ അഹങ്കരിച്ചുകൊണ്ട് പലതും ചെയ്യും. നമ്മൾ ദൈവമക്കൾ എന്ന് പറയുന്നവരും അങ്ങനെയൊക്കെ പലതും പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യും. എന്നാൽ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഈ വാക്യം ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ നിയമത്തിൽ 3 സ്ഥലങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? റോമാലേഖനത്തിലുണ്ട്, ഗലാത്യ ലേഖനത്തിലുണ്ട്, എബ്രായ ലേഖനത്തിലുണ്ട്. റോമാലേഖനം 1:17, ഗലാത്യ ലേഖനം 3:11, എബ്രായ ലേഖനം 10:38. ഈ 3 ഭാഗത്ത് ഇത് എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ദയവായിട്ട് അത് വായിച്ച് പഠിക്കണം. എന്താ ഈ 3 പുസ്തകങ്ങളിലും അത് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ എങ്ങനെയാണ് ഒരാൾ നീതിമാനാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗലാത്യ ലേഖനം 3:11 നീതിമാനായ ഒരുത്തൻ എങ്ങനെ ജീവിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം 10:38 എന്താണ് വിശ്വാസം. 10:38 കഴിഞ്ഞാൽ പിന്നെ ഒരു വാക്യം കൂടെ കഴിഞ്ഞാൽ 11-ാം അധ്യായമായി. ഇപ്പോൾ 11-ാം അധ്യായത്തിനാണല്ലോ തുടങ്ങുമ്പോൾ തന്നെ വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അതുകൊണ്ട് ഈ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീതിമാൻ, വിശ്വാസം, ജീവിതം, ഈ 3 കാര്യങ്ങളും പുതിയ നിയമത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. റോമാലേഖനം, ഗലാത്യ ലേഖനം, എബ്രായ ലേഖനം. ദയവായിട്ട് പഠിക്കുക. ഈ സാഹചര്യങ്ങളിലൊക്കെ ദൈവം വളരെ നിഷ്ക്രിയനായിട്ട് ഇരിക്കുന്നു എന്ന് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച്, ദൈവം ആരാണ്, ദൈവം മഹത്വവാനാണ് എന്നുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. 2:14 നമുക്ക് വായിക്കാം. വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. യഹോവയുടെ മഹത്വത്തെക്കുറിച്ചുള്ളൊരു ദർശനം നമുക്കില്ലാത്തത് കൊണ്ടാണ്
അല്ലേ? യഹോവ ആരാണ്, അവൻ്റെ മഹത്വം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു ദർശനം നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ്. വേണമെങ്കിൽ 20-ാം വാക്യം കൂടെ അതിനോട് ചേർത്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്, എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. വെറുതെ ഒച്ച വെക്കേണ്ടതാണ്, എല്ലാം അവന്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൺട്രോളിലാണ്. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സിംഹാസനം, ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരം, ഇതെല്ലാം കാണിച്ചിട്ട് പറയുന്നത് കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മൾ 14-ാം വാക്യത്തിൽ യഹോവയുടെ മഹത്വത്തെക്കുറിച്ച് വായിച്ചല്ലോ. അപ്പോൾ നമ്മളും പലപ്പോഴും ഈ പുതിയ നിയമമൊക്കെ വായിക്കുമ്പോൾ യേശുവിനെ അത്ര ഒരു മഹത്വപൂർണ്ണനായിട്ട് കാണാറില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 1-2 വാക്യങ്ങൾ അതുകൊണ്ട് വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മത്തായി 24-ാം അധ്യായം 30-ാം വാക്യം. മത്തായി സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ച്, ലോകാവസാനത്തിനും അല്ലേ നിന്റെ വരവിനും എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ അധ്യായത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം 24-ാം അധ്യായത്തിന്റെ 30-ാം വാക്യത്തിലുണ്ട്. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിന്മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ കണ്ടോ? യേശു വരാൻ പോകുന്നത് മഹാശക്തിയോടും തേജസ്സോടും കൂടെ. 25-ാം അധ്യായത്തിന്റെ, മത്തായി 25-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം വീണ്ടും അത് ആവർത്തിക്കുന്നുണ്ട്. യേശു വരുമ്പോൾ ഇപ്പൊ നമ്മൾ പലസ്തീനിൽ കണ്ട യേശുവിനെ പോലെയല്ല, അവൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ ആയിരിക്കും വരുന്നത്. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ, കണ്ടോ എങ്ങനെ മനുഷ്യപുത്രൻ വരുന്നത്? ഒന്നുകൂടെ കേട്ടെ. മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ. ആണോ? അപ്പൊ ഭൂമി മുഴുവൻ അവന്റെ തേജസ് കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. ലേഖനങ്ങൾ പരിശോധിക്കുക. ഞാനൊരു വാക്യം മാത്രം വായിപ്പിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങളിൽ ഈ തേജസ് നമ്മൾ കാണുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി എന്നാണ്. മനസ്സിലായോ? അഗ്നിജ്വാലയിൽ. അപ്പോൾ അഗ്നി ജ്വലിക്കുന്നത് പോലെയുള്ള ഒരു തേജസ്സാണ്. അവൻ്റെ കണ്ണൊക്കെ തീപ്പന്തം പോലെയായിരിക്കുന്നത്. പക്ഷെ മൊത്തത്തിൽ നമുക്ക് 2 തെസ്സലോനിക്ക ലേഖനം 1-6-7 വായിച്ചാൽ, കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞാൽ തേജസ്സോടെ, അത്ര തേജസ്സോടാണ് കർത്താവ് പ്രത്യക്ഷനാകാനായിട്ട് പോകുന്നത്. ആ മഹത്വത്തിൻ്റെ ഒരു ദർശനവും ഹബക്കൂക്കിന് കിട്ടുന്നുണ്ട്. അതാണ് 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിച്ചത്. യഹോവയുടെ മഹത്വത്തിൻ്റെ പരിജ്ഞാനത്താൽ ഭൂമി പൂർണ്ണമാകും. ഭൂമി ഇല്ലേ, ദി എർത്ത്, ഭൂമിക്ക് അല്ലെങ്കിൽ മനുഷ്യർക്ക് പറ്റിയത് എന്താണ്? പാപം ചെയ്തപ്പോൾ തേജസ് പോയെന്നുള്ളതാണ്. എന്നാൽ ദർ ഇസ് എ ടൈം കമ്മിങ് വെൻ ജീസസ് ഈസ് ഗോയിങ് ടു കം ബാക്ക് ആൻഡ് വിൽ ബി ഗ്ലോറിയസ് പീപ്പിൾ. അല്ലേ, തേജസ്സുള്ള ആളുകളായിട്ട് നമ്മൾ മാറും. ഈ ഭൂമി തന്നെ അതിൻ്റെ പഴയ തേജസ്സിലേക്ക് മടങ്ങി വരും. ദൈവത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത വരുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അവൻ്റെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത എന്ന പ്രയോഗം തന്നെ ലേഖനങ്ങളിലുണ്ടല്ലോ. നമുക്ക് മുമ്പോട്ട് പോയാൽ 3-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ, ഒരു പ്രാർത്ഥനാ ഗീതമാണ് നാം കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കാം. ഒരു ഉണർവിനായിട്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നതിനായിട്ടുള്ള ഒരു അപേക്ഷ 2-ാം വാക്യത്തിലുണ്ട്. യഹോവേ, ഞാൻ നിൻ്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ഹബക്കൂക്ക് 3-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടു പോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുൻപേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ഇറ്റ്സ് ആൻ അപ്പീൽ ഫോർ റിവൈവൽ. നമുക്കൊരു ഉണർവിൻ്റെ ആവശ്യമുണ്ട്. ഈ മഹത്വമൊക്കെ ഉണ്ടെങ്കിലും ആളുകൾ അത് കാണുന്നില്ല. അതൊന്ന് വെളിപ്പെടുത്തണമേ കർത്താവേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പണ്ട് കാലത്ത് പ്രവർത്തിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഓർത്ത് പ്രവാചകൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വളരെ പ്രസക്തമാണ്, വളരെ ഫേമസ് ആണ്. നമുക്ക് ആ വാക്യങ്ങൾ വായിക്കാം. ഹബക്കൂക്ക് 3-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയ്ക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടാകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു. അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു.
ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. 18-ാം വാക്യത്തിലെ എങ്കിലും എന്ന പ്രയോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് എൻ്റെ പ്രധാനപ്പെട്ട കണക്ഷനും അർത്ഥവും ഒക്കെ കിടക്കുന്നത്. ചുറ്റും നോക്കിയാൽ അത്തിവൃക്ഷം തളർത്തിട്ടില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമില്ല, ഒലിവ് മരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമാണ്, നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നശിച്ചു പോകുന്നു, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും കാണുന്നില്ലെന്ന്. എങ്കിലും ഞാൻ എന്ത് ചെയ്യുമെന്നാണ് പറഞ്ഞത്? ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ പോലെ ആക്കുന്നു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് സാഹചര്യങ്ങളിൽ അധിഷ്ഠിതമല്ല. മനസ്സിലായോ? സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായിരിക്കാം, പക്ഷേ എനിക്ക് രക്ഷയുടെ സന്തോഷമുണ്ട്. എന്തുകൊണ്ട്? എനിക്ക് ദൈവത്തിൽ വിശ്വാസമുള്ളതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ കാത്തിരിക്കും. നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളാണ്. രക്ഷയുടെ സന്തോഷം, ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം, ലേണിംഗ് ടു വെയിറ്റ്, കാത്തിരിക്കാനായിട്ട് പഠിക്കണം. ദൈവം തീർച്ചയായിട്ടും ഒരു ദിവസം ഉത്തരം തരും. അവൻ ദർശനത്തിന് അവധി വെച്ചിരിക്കുകയാണ്. മാത്രമല്ല, സാഹചര്യങ്ങൾ നോക്കിയാൽ സന്തോഷിക്കാൻ ഒക്കുകയല്ല, സാഹചര്യങ്ങൾ നോക്കാതെ സന്തോഷിക്കുക. റിജോയ്സ് ഇൻ സ്പൈറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ്. സാഹചര്യങ്ങൾ എവിടെ പറഞ്ഞത് അല്ലേ? 17-ാം വാക്യത്തിലെല്ലാം സാഹചര്യമല്ലേ? അത്തിവൃക്ഷം, ഒലിവ് മരം, ഗോശാലകൾ, ആട്ടിൻകൂട്ടം ഒക്കെ സാഹചര്യങ്ങളാണ്. സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. എങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ രക്ഷയിൽ, എനിക്ക് ദൈവം തന്ന ആ വിടുതലിൽ സന്തോഷിക്കും. ഞാൻ അവനിൽ വിശ്വസിക്കും. ഞാൻ അവനായിട്ട് കാത്തിരിക്കും. ഇത് നമ്മളെല്ലാം പഠിക്കേണ്ടതാണ്. പ്രവാചകൻ അത് പഠിച്ചു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രവാചകനായ ഹബക്കുക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ, ഇതാണ് പുസ്തകം എന്ന് മനസ്സിലായല്ലോ. ഹബക്കുക്ക് എന്ന പേരിൻ്റെ അർത്ഥം ടു എംബ്രേസ് ഓർ ടു റെസിൽ. 2 വാക്കുകളാണ്. ഒന്ന് പ്രശ്നത്തെ പുൽകുക, ദൈവത്തോട് മല്ലു പിടിക്കുക. ആ രണ്ടും കൂടെ ചേർക്കുകയാണെങ്കിൽ പൂർണ്ണ അർത്ഥം കിട്ടും. അദ്ദേഹം എന്താ ചെയ്തത്? അവിടെ ഉണ്ടായിരുന്ന പ്രശ്നത്തെ എംബ്രേസ് ചെയ്തു, അതിനെ പുൽകി, എന്നിട്ട് ദൈവത്തോട് പോയി റെസിൽ ചെയ്തു, ദൈവത്തോട് പോയി മല്ലു പിടിച്ചു. അതുകൊണ്ടായിരിക്കാം ഹബക്കുക്ക് എന്ന പേര് തന്നെ വന്നത്. ടു എംബ്രേസ് ആൻഡ് ടു റെസിൽ, പ്രശ്നത്തെ പുൽകുക, ദൈവത്തോട് മല്ലു പിടിക്കുക. ഈ പുസ്തകം എഴുതിയത് ഹബക്കുക്ക് ആണെന്നുള്ളതിന് പുസ്തകത്തിൽ തന്നെ തെളിവുണ്ട്. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ ഹബക്കുക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകൻ. ഹബക്കുക്ക് പ്രവാചകനാണ് ദർശിച്ചത്. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. വിഭ്രമരാഗത്തിൽ ഹബക്കുക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. ഹബക്കുക്ക് പ്രവാചകന്റെ. അപ്പോൾ ഈ 2 വാക്യങ്ങൾ മാത്രം മതി എഴുത്തുകാരൻ അല്ലെങ്കിൽ പ്രവാചകൻ ഹബക്കുക്ക് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നതിനായിട്ട്. പക്ഷേ ഹു ഈസ് ഹി? അവൻ ആരാണ്? ഈ എഴുത്തുകാരൻ ആരാണ് എന്ന് നമുക്കൊന്ന് അറിയണമല്ലോ. പേരും അതിൻ്റെ അർത്ഥം മാത്രമല്ലേ കിട്ടിയുള്ളൂ. അവിടെയാണ് വലിയ പ്രശ്നം. കൃത്യമായിട്ട് വ്യക്തി വിവരങ്ങൾ ലഭ്യമല്ല. ഇതിനു മുമ്പ് തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഹബക്കുക്ക്, ഹഗായി, ഓബദ്യാവ്, മലാഖി മുതലായ പ്രവാചകന്മാർ അവരെക്കുറിച്ചുള്ള വ്യക്തി വിവരങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഹബക്കുക്ക് സംശയങ്ങൾ ഉന്നയിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് ചില ആളുകൾ അദ്ദേഹത്തെ വിളിക്കുന്നത് ഡൗട്ടിങ് തോമസ് ഓഫ് ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്നാണ്. പഴയ നിയമത്തിലെ സംശയിക്കുന്ന തോമസ്. കാരണം സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിരന്തരം ദൈവത്തോട് ഉന്നയിച്ചതുകൊണ്ട് ഡൗട്ടിങ് തോമസ് ഓഫ് ഓൾഡ് ടെസ്റ്റമെൻ്റ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. ധാരാളം സംശയങ്ങളും ചോദ്യങ്ങളും ദൈവത്തോട് അദ്ദേഹം ചോദിച്ചതുകൊണ്ടാണ് ആ പേര് കിടക്കുന്നത്. ഈ പുസ്തകത്തിനകത്ത് പ്രവചനം എന്നതിനേക്കാൾ, നമ്മൾ പ്രവചനം മൈനർ പ്രോഫറ്റ് എന്നാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെങ്കിലും പ്രവചനത്തിനേക്കാൾ ഒരു പ്രശ്ന പരിഹാരത്തിലേക്കാണ് ഹബക്കുക്ക് വിരൽ ചൂണ്ടുന്നത് അല്ലേ? എന്തുകൊണ്ട് ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്നില്ല? 2-ാം വാക്യത്തിൽ നമ്മളത് കണ്ടു. 1-2 നേരത്തെ വായിച്ചതാണ്, മറന്നുപോയെങ്കിൽ ഒന്നുകൂടെ വേണമെങ്കിൽ വായിക്കാം. എന്തുകൊണ്ട് ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്നില്ല? യഹോവ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ വിളിക്കുന്നു, പക്ഷെ നീ ഇടപെടുന്നില്ല. എന്താണ് ദൈവം ഇടപെട്ട് പ്രവർത്തിക്കാത്തത്? അപ്പോൾ പ്രവാചകനും ദൈവവും തമ്മിലുള്ളൊരു സംഭാഷണമാണ് ഈ പുസ്തകം എന്ന് വേണമെങ്കിൽ പറയാം. മോർ ദാൻ എ പ്രോഫസി, ഇറ്റ്സ് എ കോൺവെർസേഷൻ. രണ്ടുപേരും തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ഹബക്കുക്ക് ഒരു പുരോഹിതനും ദൈവാലയ ഗായകന്മാരിൽ ഒരുത്തനുമായിരുന്നു എന്ന് 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും 19-ാം വാക്യവും വ്യക്തമാക്കുന്നുണ്ട്. 3-1 വായിക്കുകയാണെങ്കിൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം രാഗത്തിൽ ഹബക്കുക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. അപ്പോൾ ഒരു പ്രാർത്ഥന അങ്ങ് ചൊല്ലുകയല്ല ചെയ്തത്, എന്താക്കി? അതൊരു ഗീതമാക്കി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ജ്ഞന്മാരായ ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനം യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ എന്നൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു പാട്ടായിട്ടാണ്. അതുപോലെ തന്നെ
ആ ഡിസ്കോഴ്സ് അല്ലെങ്കിൽ ആ പ്രാർത്ഥനാഗീതം അവസാനിക്കുമ്പോൾ 19-ാം വാക്യത്തിൻ്റെ ലാസ്റ്റ് സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ, നോക്കിയായിട്ടുണ്ടോ? സംഗീത പ്രമാണിക്ക് തന്ത്രിനാദത്തോടെ. അപ്പോൾ അങ്ങനെ തന്ത്രിനാദത്തോടെ സംഗീത പ്രമാണിക്ക് എല്ലാവർക്കും പാട്ട് എഴുതാൻ പറ്റുകയില്ലായിരുന്നു, പുരോഹിതന്മാർക്കേ എഴുതാൻ പറ്റുമായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു, ദൈവാലയ ഗായകന്മാരിൽ ഒരുവനുമായിരുന്നു എന്നുള്ളത് ഈ വിഭ്രമരാഗം, തന്ത്രിനാദം എന്ന പ്രയോഗങ്ങളും ഈ ഒരു സങ്കീർത്തനം പോലെ എഴുതിയിരിക്കുന്ന പ്രാർത്ഥനാ ഗീതവും വ്യക്തമാക്കുന്നു. ഹബക്കുക്ക് യിരെമ്യാവിൻ്റെ സമകാലികനായിരുന്നു. രണ്ടുപേരും ഒരേ സമയത്താണ് ജീവിച്ചിരുന്നത്. പക്ഷേ രാജാക്കന്മാരുടെ പേരുകളൊന്നും പറയാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ രാജാക്കന്മാരെ ഒന്നും നോക്കാൻ നേരമില്ലായിരുന്നു, ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നോക്കിയത്. രാജാക്കന്മാരുടെ പേരുകൾ പറയാത്തത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് കാലനിർണയം നടത്താൻ കഴിയുകയില്ല. എന്നാൽ 6-ാം വാക്യത്തിൽ കൽദേർ, 1-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദയരെ ഉണർത്തും. അപ്പോൾ കൽദയരെ ഉണർത്തും എന്ന് പറഞ്ഞപ്പോൾ ബാബിലോണിയൻസ്, നേരത്തെ പറഞ്ഞല്ലോ, അവർ യഹൂദയെ ആക്രമിക്കുന്നതും അനേകരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നതുമാണ് ഹബക്കുക്ക് ദർശിക്കുന്നത്. അവർ ദുഷ്ടത പ്രവർത്തിക്കുന്നവരൊക്കെ ആയിരുന്നിട്ടും ദൈവം അത് അനുവദിക്കുന്നു, ദൈവം അത് തടയുന്നില്ല. അപ്പോൾ യഹൂദ എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല, ദൈവം എന്തുകൊണ്ട് ശത്രുക്കളെ തടയുന്നില്ല എന്നുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിൽ ഉയർന്നുയർന്നു വന്നത്. ആ ദൈവത്തോട് ചോദിച്ചു, ദൈവം അതിന് ഉത്തരം നൽകി. നമ്മൾ നേരത്തെ പറഞ്ഞു, എങ്കിലും 2:20 ഒന്നുകൂടെ വായിക്കുകയാണെങ്കിൽ, എന്നാൽ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ട്. എന്നാൽ യഹോവ തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവ്വഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ. നേരത്തെ പറഞ്ഞതുപോലെ എവ്രിതിങ് ഈസ് അണ്ടർ ഗോഡ്സ് പെർഫെക്റ്റ് കൺട്രോൾ. എല്ലാം ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് ആരും അതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതായിട്ടില്ല. ദൈവത്തിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പദ്ധതികളും കാലക്രമങ്ങളും ടൈം ആൻഡ് പ്രോഗ്രാംസ് ഒക്കെ ദൈവത്തിനുണ്ട്. നമ്മൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം. എന്നാൽ അങ്ങനെ കാത്തിരിക്കുന്നതിനിടയ്ക്ക് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തെല്ലാമൊക്കെ വേണമെങ്കിലും പ്രവർത്തിച്ച് കളയും എന്നാരെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ പാപം പ്രവർത്തിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. 2-ാം അധ്യായത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ 5 അയ്യോ കഷ്ടം കാണാം. യേശുക്രിസ്തു മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൽ ശാസ്ത്രിമാരെക്കുറിച്ചും പരീശന്മാരെക്കുറിച്ചുമൊക്കെ അയ്യോ കഷ്ടം അയ്യോ കഷ്ടം എന്ന് പറഞ്ഞതുപോലെ 5 അയ്യോ കഷ്ടങ്ങൾ. അതായത് ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത് കൊണ്ട് മനുഷ്യർ തെറ്റായ പ്രവൃത്തികളിലേക്ക് ഏർപ്പെട്ടപ്പോൾ ആ പാപപ്രവൃത്തികൾ ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അതൊന്ന് നോക്കിയാൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിനകത്തുണ്ട്. ഞാൻ 5 അയ്യോ കഷ്ടങ്ങൾ മാത്രം ഒന്ന് കാണിച്ചു തരാം, നിങ്ങൾ വിശദീകരിച്ചോണം. 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, അവരൊക്കെയും അവനെക്കുറിച്ച് ഒരു സദൃശ്യവും അവനെക്കുറിച്ച് പരിഹാസമായുള്ളൊരു പഴഞ്ചൊല്ലും ചൊല്ലി തൻ്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും, അതാണ് പ്രധാനപ്പെട്ട കാര്യം, തൻ്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും, സ്വാർത്ഥ താല്പര്യം, സെൽഫിഷ്നെസ്, മനസ്സിലായോ? സെൽഫിഷ് ആംബിഷൻ, തൻ്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുന്നു. ഇന്നും അത് നടക്കുന്നുണ്ട് അല്ലേ? അവനവൻ്റേതല്ലാത്തത് വെട്ടിപ്പിടിക്കുകയും ആംബിഷൻ സെൽഫിഷ് ആകുക, സ്വാർത്ഥ താല്പര്യത്തോടെ ഓരോ അഗ്രസീവായിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അയ്യോ കഷ്ടം. അത് ദൈവം കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ദൈവം എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട്, ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ഒരു ദിവസം ഉണ്ടെന്ന്. സോ അതാണ് 1-ാമത്തെ അയ്യോ കഷ്ടം. 2-ാമത്തെ അയ്യോ കഷ്ടം 9-ാം വാക്യത്തിലാണ്, 2:9. അനർത്ഥത്തിൽ നിന്നും വിടുവിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടുവെക്കേണ്ടതിന് തന്റെ വീട്ടിനു വേണ്ടി ദുരാദായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടം. ദുരാദായം കണ്ടോ? അത്യാഗ്രഹം, ദുരാദായം, ശരിയായ ആദായമല്ല, ദുരാദായം, കവച്ചസ്നെസ് എന്ന് ഇംഗ്ലീഷിൽ വേണമെങ്കിൽ പറയാം. സോ സെൽഫിഷ് ആംബിഷൻ, കവച്ചസ്നെസ്. 12-ാം വാക്യത്തിലാണ് 3-ാമത്തെ അയ്യോ കഷ്ടം നമ്മൾ കാണുന്നത്. രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതികേട് കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. രക്തപാതകവും നീതികേടും അത് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണമാണ്. മനുഷ്യനെ ചൂഷണം ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം, എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. 15-ാം വാക്യത്തിൽ 3-ാമത്തേത് നമുക്ക് കാണാം, മദ്യപാനം. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ചു കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. അപ്പം മദ്യപാനം, ഡ്രങ്കഡ്നെസ് ആണ് 4-ാമത്തേത്. 5-ാമത്തേത് 19-ാം വാക്യത്തിലാണ്, വിഗ്രഹാരാധന. മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നവന് അയ്യോ കഷ്ടം. അപ്പോൾ കണ്ടോ, 5 അയ്യോ കഷ്ടങ്ങൾ, 5 പാപങ്ങളാണ് എടുത്തു കാണിക്കുന്നത്. എന്തൊക്കെയാണ്? 1 സ്വാർത്ഥത അല്ലെങ്കിൽ തൻ്റേതല്ലാതെ വർദ്ധിപ്പിക്കുക. 2 ദുരാദായം അല്ലെങ്കിൽ അത്യാഗ്രഹം. 3 ചൂഷണം ചെയ്യുക, മറ്റുള്ളവർക്ക് രക്തപാതകം, നീതികേട് ഉണ്ടാക്കുക. 4 മദ്യപാനം. 5 വിഗ്രഹാരാധന, സെൽഫിഷ് ആംബിഷൻ, കവച്ചസ്നെസ്, എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്, ഡ്രങ്കൺനെസ് ആൻഡ് ഐഡലട്രി. ഇതെല്ലാം പാപമാണ്.
അപ്പോൾ ദൈവം ഇതൊന്നും കാണുന്നില്ലെന്ന് വിചാരിക്കരുത്. 20-ാം വാക്യം ബട്ട് ഗോഡ് എന്നാ, എന്നാൽ ദൈവം. വായിച്ചാട്ടെ 20-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിൽ. എന്നാൽ യഹോവ, അതൊരു പ്രത്യേക പ്രയോഗമാണ്. കാരണം ബൈബിളിലൊക്കെ നിങ്ങൾക്ക് കാണാം ബട്ട് ഗോഡ് എന്നാൽ യഹോവ എന്ന് പറഞ്ഞാൽ മനുഷ്യർ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ദൈവത്തിന് വേറൊരു ആംഗിൾ, ദൈവത്തിന് വേറൊരു പ്രവർത്തന രീതിയുണ്ട്. എന്നാൽ യഹോവ. അപ്പോൾ ഇതൊക്കെ ഈ വെയിറ്റിംഗ് പീരീഡിൽ പ്രവാചകൻ കാണുന്നു, ആളുകൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതെല്ലാം ദൈവവും കാണുന്നുണ്ട്. ദൈവം അതിനൊക്കെ ഒരു അവധി വെച്ചിട്ടുണ്ട്. തക്ക സമയത്ത് അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഈ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2:4 നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള കാര്യം ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദ ജസ്റ്റ് ഷാൽ ലീവ് ബൈ ഫെയ്ത്ത്. അത് ഏറ്റവും നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് നമുക്ക് തന്നത് അപ്പോസ്തലനായ പൗലോസാണ്, പ്രത്യേകിച്ച് റോമാലേഖനത്തിൽ. ഈ കാര്യങ്ങൾ വായിച്ച മാർട്ടിൻ ലൂതർ മാനസാന്തരപ്പെട്ടത് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള കാര്യവും നമുക്കൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന പുരോഹിതൻ റോമിലെ സാന്റാ സ്കാലിയ എന്ന പടവുകൾ രക്ഷയ്ക്കായിട്ട് മുട്ടിന്മേൽ എഴഞ്ഞു കയറുമ്പോൾ, അങ്ങനെയൊക്കെ എഴഞ്ഞു കയറി സ്വയപീഡനമൊക്കെ നടത്തിയാലാണ് രക്ഷ കിട്ടുന്നത് എന്നന്ന് ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ മുട്ടിന്മേൽ എഴഞ്ഞ് സാന്റാ സ്കാലിയ പടവുകൾ രക്ഷയ്ക്കായിട്ട് കയറുമ്പോൾ അദ്ദേഹം ഒരു ബൈബിൾ അധ്യാപകനായിരുന്നതുകൊണ്ട് ഈ വചനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉടക്കി. ഞാൻ എന്തിനാണ് ഈ പാടുകളൊക്കെ പെടുന്നത്? നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും. അത് ഹൃദയത്തിൽ ഉടക്കിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോകുന്നു. അവിടുന്ന് എഴുന്നേറ്റ് പോന്നിട്ടാണ് 95 തീസീസ് അല്ലെങ്കിൽ 95 എതിർവാദ പ്രസ്താവനകൾ, ഖണ്ഡനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, അത് എഴുതിയിട്ട് ജർമ്മനിയിലെ വിറ്റൻബർഗിൽ ഓൾ സെയിൻസ് ചർച്ചിൻ്റെ കവാടത്തിൽ ഫ്രണ്ട് ഗേറ്റിൽ ഈ 95 ഖണ്ഡനങ്ങൾ അദ്ദേഹം എഴുതി ഒപ്പിട്ട് പതിപ്പിച്ചു. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ശരിയല്ല, അതിനകത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. പ്രവൃത്തിയാലല്ല വിശ്വാസം, പ്രവൃത്തിയാലല്ല രക്ഷ വിശ്വാസത്താൽ, ദൈവത്തിൻ്റെ കൃപയാലാണ്. നീതിമാൻ പ്രവൃത്തിയാലല്ല ജീവിക്കുന്നത്, അവൻ വിശ്വാസത്താൽ, കൃപയാലാണ് രക്ഷപ്പെടുക എന്നായിരുന്നു എഴുതി ഒപ്പിട്ടതെന്ന് ചോദിച്ചാൽ 1517 ഒക്ടോബർ മാസം 31-ാം തീയതി ആയിരുന്നു. അന്നു മുതലാണ് ഒരു നവീന ഉപദേശം ക്രൈസ്തവ സഭയിൽ പ്രചരിച്ചു തുടങ്ങിയത്. അദ്ദേഹം ഈ കത്തോലിക്ക വിശ്വാസത്തോട് പ്രൊട്ടസ്റ്റ് ചെയ്തതുകൊണ്ട് പുതുതായിട്ട് വന്ന ആളുകളെ എന്ത് വിളിച്ചു? പ്രൊട്ടസ്റ്റൻസ് എന്ന് വിളിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹബക്കുക്ക് പ്രവാചകൻ ആരാണെന്ന് പറയാനാണ് ഇത് പറഞ്ഞത്. ഹീസ് ദ ഗ്രാൻഡ് ഫാദർ ഓഫ് റെഫർമേഷൻ. മതനവീകരണം മാർട്ടിൻ ലൂതറിലാണല്ലോ ആരംഭിക്കുന്നത്. അതിൻ്റെ മതനവീകരണത്തിൻ്റെ മുത്തച്ഛനാണ് ആര്? ഹബക്കുക്ക്. ഹബക്കുക്ക് പറഞ്ഞ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞ വചനമാണ് പിന്നീട് അപ്പോസ്തലനായ പൗലോസിനും മാർട്ടിൻ ലൂതറിനും ഇപ്പോൾ നമുക്കും എല്ലാം രക്ഷയ്ക്ക് നിദാനമാകുന്നത് എന്നുള്ളതുകൊണ്ട് വി ആർ ഇൻഡെപ്റ്റഡ് ടു ദിസ് പ്രോഫറ്റ്. അല്ല, ഈ പ്രവാചകനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം ഈ കാര്യം കണ്ടത് എത്രയോ നന്നായി. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഈ ലൂതർ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ പറഞ്ഞത് ഓർത്തോ? അതായത് 1517 ഒക്ടോബർ 31-ാം തീയതി ഈ 95 വിഘടനവാദങ്ങൾ എഴുതി ഒട്ടിച്ചപ്പോൾ അദ്ദേഹത്തെ അവർ പള്ളിയിൽ നിന്ന് പുറത്താക്കി, വിശ്വാസത്തിൽ നിന്ന്. അപ്പോൾ ഇപ്പോൾ എത്ര കൊല്ലമായെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോൾ നമ്മൾ കണക്ക് കൂട്ടി നോക്കിയാൽ എത്ര 500 വർഷങ്ങൾ കഴിഞ്ഞു. 2017 ആയപ്പോൾ, 2024 ആയപ്പോൾ 507 വർഷം കഴിഞ്ഞു. അപ്പോൾ 507 വർഷങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ ലൂതർ ചെയ്ത ഒരു കാര്യം ആണ് ഇന്നും വളരെ സജീവമായിട്ടുള്ള. അതിന് മുമ്പിൽ ഈ കാര്യം കണ്ടുപിടിച്ച ആളാണ് ആര്? ഹബക്കുക്ക്. അപ്പോൾ ഈ മാർട്ടിൻ ലൂതറിനെ അവർ വെറുതെ വിട്ടെന്ന് വിചാരിക്കരുത്. മാർട്ടിൻ ലൂതറിനെ വിളിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിന് മറുപടിയായിട്ട് പറയാനുണ്ടായിരുന്നത് ഹിയർ ഐ സ്റ്റാൻഡ്, ഞാൻ ഇവിടെ ഉറച്ചു നിൽക്കുന്നു എന്നാണ്. ഗോഡ് ഹെൽപ്പ് മീ, ദൈവം എന്നെ സഹായിക്കട്ടെ, ഞാനിവിടെ ഉറച്ചു നിൽക്കുന്നു. ഐ ക്യാൻ ഡു നോ മോർ, എനിക്കിതിൽ കൂടുതലൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. ഞാൻ കണ്ടെത്തിയ കാര്യം ഇതാണ്, ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ഉറച്ചു നിന്നതാണ് ഇന്ന് പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത്. അതെന്താണെന്ന് ആളുകൾക്ക് അറിയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല, ഞാനൊന്ന് പറഞ്ഞേക്കാം. 5 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. സ്ക്രിപ്ചർ അലോൺ, ഫെയ്ത്ത് അലോൺ, ഗ്രേസ് അലോൺ, ക്രൈസ്റ്റ് അലോൺ ആൻഡ് എവറിതിങ് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് അലോൺ. മലയാളത്തിൽ പറഞ്ഞാൽ വചനം മാത്രം, വിശ്വാസം മാത്രം, കൃപ മാത്രം, ക്രിസ്തു മാത്രം, എല്ലാം ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി മാത്രം. അദ്ദേഹം ലാറ്റിൻ ഭാഷയിലാണ് പറഞ്ഞത്. ലാറ്റിൻ ഭാഷയിൽ സോളാ സ്ക്രിപ്ചുറ എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചർ അലോൺ, വചനം മാത്രം. സോളാ ഫൈഡ് എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് അലോൺ, വിശ്വാസം മാത്രം. സോളാ ഗ്രാഷ്യ എന്ന് പറഞ്ഞാൽ ഗ്രേസ് അലോൺ, കൃപ മാത്രം. സോളാ ക്രിസ്റ്റോ എന്ന് പറഞ്ഞാൽ ക്രൈസ്റ്റ് അലോൺ, ക്രിസ്തു മാത്രം.
സോളി ഡി ഗ്ലോറിയ എന്ന് പറഞ്ഞാൽ എവ്രിതിങ് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് എലോൺ, ദൈവനാമ മഹത്വത്തിന് മാത്രം. ഇങ്ങനെ ഒരു നിലപാട് നമുക്ക് ഇന്ന് ആവശ്യമാണ്. എന്തൊക്കെയാണ്? വചനം മാത്രം, വിശ്വാസം മാത്രം, കൃപ മാത്രം, ക്രിസ്തു മാത്രം, എല്ലാം ദൈവനാമ മഹത്വത്തിനായി. ഈ ചിന്ത പ്രചരിപ്പിക്കുവാനെല്ലാം കാരണമായ മുത്തച്ഛനെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ആ മുത്തച്ഛൻ്റെ പേരാണ് ഹബക്കൂക്ക്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഡിസ്ക്രിപ്ഷൻ പേജിലുള്ള ലിങ്കിൽ കയറി ഹബക്കൂക്കിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക. ദൈവത്തിന്